بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് ത്വാഹ 77, 78, 79 ഈ മൂന്ന് വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വലഖദ് ഔഹൈന, ഇവിടെ ഖാഫിന് തഫ്ഖീം കൊടുക്കേണ്ടതാണ്. ഇസ്തിഅലാഇൻ്റെ ഹർഫായതുകൊണ്ട് സ്വരഭാരത്തോടെ ഖാഫ് ഉച്ചരിക്കണം. മറ്റ് അക്ഷരങ്ങൾക്ക് മുമ്പും ശേഷവും ഉള്ളതിനൊന്നും തഫ്ഖീമല്ല, എല്ലാം ഇസ്തിഫാലിൻ്റേതാണ്. തർക്കീഖ് നൽകുകയാണ് വേണ്ടത്. വലഖദ്, ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കേണ്ടതാണ്. വലഖദ് ഔഹൈന, ഔഹൈന, ഈ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. ശേഷം അടുത്ത പദത്തിൻ്റെ ആരംഭത്തിൽ ഹംസ വന്നതാണ് കാരണം. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ഇവിടെ അലിഫിനെ ദീർഘിപ്പിക്കേണ്ടതാണ്. ഇപ്രകാരം തന്നെ ഇല മൂസ, ഈ ദീർഘവും മൂസ എന്ന ദീർഘവും ഇതേ ദീർഘം തന്നെ മദ് മുൻഫസിൽ ജായിസ്. അപ്പോൾ വലഖദ് ഔഹൈനാ ഇലാ മൂസ അൻ അസ്രി ബിഇബാദി എന്ന ദീർഘം നൽകി പാരായണം ചെയ്യുക. അൻ അസ്രി സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. അൻ എന്നതിൽ സാക്കിനത്തായ നൂൻ ശേഷം ഹംസ വന്നു എന്നതാണ് കാരണം. ബിഇബാദി ഫദ്രിബ് ലഹും, ഫദ്രിബ് ലഹും, ഇവിടെ ദ്വാദിൻ്റെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ദ്വാദ് പരിശീലിക്കുവാൻ പറ്റിയ ഒരു പദവുമാണിത്. നാവിൻ്റെ സൈഡാണല്ലോ ദ്വാദിൻ്റെ മഖ്റജ്. إحدى حافتي اللسان مع ما يحاذيها من الأضراس العليا എന്നാണ് ദ്വാദിൻ്റെ മഖ്റജ്. അതായത് നാവിൻ്റെ ഒരു സൈഡ് നീളത്തിൽ മേലെ അണപ്പല്ലുമായി ചേർത്തുകൊണ്ട്. അപ്പോൾ ഫദ്രിബ് എന്ന് നാവിൻ്റെ സൈഡിൽ നിന്ന് തന്നെ വരുവാൻ ഉച്ചാരണം വരാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഫദ്രിബ് ലഹും, ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ലഹും ത്വരീഖ, ലഹും എന്നതിൽ സാക്കിനത്ത് മീമിന ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. ത്വരീഖൻ ഫിൽ ബഹർ, ത്വരീഖൻ, ത്വാഇനെ തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാഇൻ്റെ ഹർഫാണ് ത്വാ എന്ന് മാത്രമല്ല ഷിദ്ദത്തിൻ്റെ അതുപോലെ ഇത്ബാഖ് തുടങ്ങിയ പല സിഫാത്തുകളും അതിലുണ്ട്. ഫിൽ ബഹരി, ഇവിടെ ഖാഫിനും അപ്രകാരം തന്നെ ഇസ്തിഅലാഇൻ്റെ ഹർഫ് ആയതുകൊണ്ട് തഫ്ഖീം കൊടുക്കണം. ഖാഫിൻ്റെ തൻവീൻ ഇഖ്ഫ ഹഖീഖി നൽകി ശേഷം ഫാ വന്നതുകൊണ്ട് മറച്ചു മണിച്ചുച്ചരിക്കുക, വ്യക്തമാക്കി മണിച്ചു ഉച്ചരിക്കേണ്ടതാണ്. ത്വരീഖൻ ഫിൽ ബഹർ, ഫിൽ ബഹ്രി യബസ, ഐന് എല്ലാ ഹൽക്കിൻ്റെ അക്ഷരങ്ങളും അതുപോലെ എല്ലാ ഹർഫുകളും പൊതുവിൽ വളരെ കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. യബസൻ ലാ തഖാഫ്, യബസൻ എന്ന തൻവീനിന് ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗൈരി ഗുന്ന. യബസൻ ലാ തഖാഫു, ലാ തഖാഫു, ഖാഇനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ് കൊടുക്കേണ്ടത്. ഇസ്തിഅലാഇൻ്റെ ഹർഫായ ഖാഇനെ അലിഫ് നൽകി ദീർഘിപ്പിക്കുകയാണ്. ലാ തഖാഫു ദറക, ദറക, ഈ പദത്തിൽ റാഇനെ തഫ്ഖീം ചെയ്ത് തടിപ്പിക്കണം. ദറകൻ വലാ തഖ്ശ, ദറകൻ, കനുള്ള കാഫ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. കൂടാതെ ഷിദ്ദ, ഹംസ് തുടങ്ങിയ സിഫത്തുകളൊക്കെ അതിലുണ്ട്. അതിലുള്ള ആ കാഫിനുള്ള തൻവീനാകട്ടെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കുകയാണ് വേണ്ടത്. ദറകൻ വലാ, ദറകൻ വലാ തഖ്ശ, തഖ്ശ എന്ന് പറയുമ്പോൾ ഖാഇ തഫ്ഖീം ചെയ്യേണ്ട ഹർഫാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വലാ തഖ്ശ എന്ന് ഖാഇനെ തടിപ്പിച്ച് ഉച്ചരിക്കണം. ഇതുവരെ പറഞ്ഞ പ്രത്യേകമായി എടുത്തു പറഞ്ഞ തഫ്ഖീം ചെയ്യേണ്ട ഹർഫുകൾ ഒഴിച്ച് മറ്റൊരു ഹർഫിനും തഫ്ഖീം ചെയ്യേണ്ടതില്ല, എല്ലാം ഇസ്തിഫാലിൻ്റേതാണ്, തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫഅത്ബഅഹും ഫിർഔനു, ഫഅത്ബഅഹും, ഇവിടെ ഫഅത് എന്ന് പറയുമ്പോൾ താ മഹ്മൂസായ ഷദീദായ ഹർഫാണ്. അതിൻ്റെ ഹംസ് ഉച്ചാരണത്തിൽ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം. ഫഅത്, ഫഅത് എന്ന ആ
ഉച്ചാരണത്തിലുള്ള ശ്വാസചലനമാണ് ഹംസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഫഅത്ബഅഹും എന്ന് പറയുമ്പോൾ ശബ്ദത്തെ അടക്കി പിടിക്കുന്നത് കൊണ്ട് അങ്ങനെ ഹംസ് ഇല്ലാത്ത അവസ്ഥ വരും. അത് വരരുത്. മറിച്ച് ഫഅത്ബഅഹും എന്ന് പറയുക. എന്നാൽ ഫഅത്ബഅഹും എന്ന് ശബ്ദം ചലിപ്പിച്ച് ഖൽഖല പോലെ ആവരുത്. ഫഅത്ബഅഹും ഫിർഔൻ സാക്കിനത മീം ശേഷം ഫ ഇവിടെ ഇൽഹാർ ഷഫവി നൽകി വ്യക്തമാക്കി ഉച്ചരിക്കണം. ശേഷം ഫ ആയതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. കാരണം ഫഉം ഷഫവിയ ഹർഫാണ്, മീം അവ്യക്തമാവാൻ സാധ്യതയുണ്ട്. ഫിർഔൻ എന്ന് പറയുമ്പോൾ റാഇന് തർക്കീഖാണ്. സാക്കിനത്തായ റാഇന് തൊട്ട് മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റുണ്ട് എന്നതാണ് കാരണം. ഫിർഔനു ബിജുനൂദിഹി ഫഗശിയഹും ഇവിടെ ഗൈനിന് തഫ്ഖീം കൊടുക്കണം. ആവർത്തിച്ച് വരുന്ന പദമാണിത്. ഗൈന് ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കുക. ഫഗശിയഹും മിനൽ യമ്മി. ഗശിയഹും എന്നതിൽ സാക്കിനത്ത മീമിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഒറ്റ ശബ്ദമുള്ള മീമാക്കി മണിക്കണം. മിനൽ യമ്മി അവിടെ മുശദ്ദദത്തായ മറ്റൊരു മീം വരുന്നു, അതിനും ഉന്നത്ത് കൊടുക്കുക. മീമുകളെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഫഗശിയഹും മിനൽ യമ്മി മാ ഗശിയഹും. വീണ്ടും ആ പദം ആവർത്തിക്കുന്നു. ഗൈൻ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ദ്വാദ് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നാവിൻ്റെ സൈഡിൽ നിന്ന് ഉച്ചരിക്കണം. അതിന് തഫ്ഖീം ചെയ്യേണ്ട അവസ്ഥയാണ്. ഇസ്തിഅലാണ്. കൂടാതെ ഇസ്തിത്വാല എന്നത് അതിൻ്റെ സിഫത്താണ്. ഇത്ബാഖിൻ്റെ ഹർഫുമാണ്. അങ്ങനെ പല സിഫത്തുകൾ സംഗമിച്ച ഹർഫാണ്. വഅضل ഫിർഔന ഖൗമഹ. ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാൻ്റെ ഹർഫാണ്. വമാ ഹദാ വഅضل ഫിർഔന നേരത്തെ വന്ന പദമാണ് ഫിർഔൻ. റാഇനെ തർക്കീഖ് ചെയ്യണം. وأضل فرعون قومه وما هدى. بارك الله فيكم. أعوذ بالله من الشيطان الرجيم. ولقد أوحينا إلى موسى أن أسر بعبادي فاضرب لهم طريقا في البحر يبسا لا تخاف دركا ولا تخشى. فأتبعهم فرعون بجنوده فغشيهم من اليم ما غشيهم. وأضل فرعون قومه وما هدى.